ഹായ് ഗൈസ്, ഞാൻ അജയ്. എജെ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയങ്ങളിനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇൻഫാം വെസ്റ്റേൺ ഗാർഡ്സ് ട്രോപ്പിക്കൽ ഗാർഡനിലാണ് ഞാൻ നിൽക്കുന്നത്. അനിയങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെയുള്ള ഏത് ഫലവൃക്ഷം വേണമെങ്കിലും നീ ചൂസ് ചെയ്ത് ഫ്രൂട്ട് ചെയ്തിട്ടുള്ള അതിൽ ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് അജയ്. അപ്പോൾ നമുക്കതൊന്ന് കാണണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് പോവാം. പോകേണ്ട ആവശ്യമില്ലതാ, ഞാൻ പറിച്ചു ഓൾറെഡി പറിച്ചു അല്ലേ. ഇനി അജയ് പറിച്ച സ്ഥിതിക്ക് ഇനി ഇത് മുഴുവൻ തിന്നു തീർത്തിട്ട് ഞങ്ങൾ വിടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ബില്ലാക്കിക്കോളൂ. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ? അതെ, ഒരു ഫ്രൂട്ട് ഇവിടുന്ന് അൺഓതറൈസ്ഡ് ആയിട്ട് പറിച്ചു കഴിഞ്ഞാൽ 500 rupees ആണ്. 500 into 50 പണി വാളിയെന്നാ തോന്നുന്നു. ഈ ഒരു സാധനമില്ലേ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ പേര് ഞാൻ അവിടെ കണ്ടത് മലയൻ ചെറി എന്നാണ്. മലേഷ്യ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാന്റ് അടങ്ങുന്ന ബോർണിയോ ബെൽറ്റ് കോസ്റ്റൽ ഏരിയയിലാണ് ഇത് സുലഭമായിട്ട് കാണുന്നത്. ഇതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയും അവിടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിന് മലയൻ ചെറി എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിന് തെലങ്കാന ചെറി എന്ന് പറയും. അതിൻ്റെ സാപ്പിൻഡേസിയ ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ലെപ്പിസാന്തസ് അലാട്ട. നമുക്ക് ചെറിയെ കുറിച്ചൊരു ധാരണയുണ്ട്, പൊതുവേ ധാരണ. നമ്മൾ ബേക്കറിയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയെ കുറിച്ച്, അത് സാധാരണ പ്രോസസ്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണോ? അതോ നമുക്ക് നമ്മൾ സാധാരണ ചെറീസ് എല്ലാം റോ ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഈ ഷുഗർ സിറപ്പിലിടുന്ന ചെറീസ് ആണ്. അപ്പം നമ്മൾ ചെറി എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൽ ഓർമ്മ വരുന്നത് ഇത്തരം ചുമന്ന ചില്ല് ഭരണിയിലിരിക്കുന്ന ചെറിയാണ്. ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു പഴമാണിത്. അപ്പം ഇതിൻ്റെ ഭംഗി പോലെ തന്നെയാണ് ഏറ്റവും ഓർണമെൻ്റൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ട് ട്രീ ആണ്. കനോപ്പീസൊക്കെ വളരെ മനോഹരമാണ്. അപ്പം നമ്മുടെ ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ ഇത്രയും ഒരു നിറയെ കൊലകളായിട്ട് 10-40ഓളം കൊലകളായിട്ടാണ് പഴങ്ങളുണ്ടാവുക. ഇത്രയും മനോഹരമായ ഒരു ഫ്രൂട്ട് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേറെ ഒന്ന് കാണാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഓർണമെൻ്റൽ വാല്യൂ ആണോ ഇതിന് കൂടുതലുള്ളത്, അതോ ടേസ്റ്റ് ആണ്? ഇത് ശരിക്കും ഇത് ഓർണമെൻ്റൽ വാല്യൂ ആണ് കൂടുതൽ വരുന്നത്. ടേസ്റ്റ് നമുക്കറിയാം, ചെറീസ്, പ്ലംസ് എല്ലാം ബൈ നേച്ചർ അതിനൊരു ന്യൂട്രൽ ടേസ്റ്റാണ്. ഒത്തിരി സ്വീറ്റും അല്ല, സോർ ടേസ്റ്റും ഉണ്ടാവുകയില്ല. അതേ രീതി തന്നെയാണ്. പക്ഷേ ഇതിൽ കണ്ടൻറ്റ് ഫ്രൂട്ട് പൾപ്പ് ഒത്തിരി കൂടുതലില്ല, ഉള്ളിലൊരു സീഡുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ലോകത്തിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് വെരി ബ്യൂട്ടിഫുൾ ഓർണമെൻ്റൽ ഫ്രൂട്ട് ട്രീ ആയിട്ടാണ്. നമുക്ക് എഡിബിൾ ആണ്. അപ്പോൾ എഡിബിൾ സെക്കൻഡറി ആയിട്ട് വരുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്നാണോ? അല്ല, ഇത് സാധാരണ നമ്മൾ മധുരമാണ് നമ്മുടെ മലയാളികളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് കാണുന്നത്. ശരിക്കും നമ്മളൊരു പഴത്തിനെ നമ്മൾ മധുരം കൊണ്ടല്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ വാല്യൂസ് ആണ്. അതിലുള്ള ന്യൂട്രിയൻ വാല്യൂസ്, മൈക്രോ ഓക്സിഡൻസ്, ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പം അത് വെച്ച് നോക്കുമ്പം റോ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. മലയൻ ചെറിക്ക് പ്രത്യേക പരിചരണ രീതി വല്ലതും ഉണ്ടോ? ഇത് ശരിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ, അതായത് ഒരു സബ് ട്രോപ്പിക്കൽ വെതറിൽ വളരെ നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യും. ഇവിടെ ട്രോപ്പിക്കലാണ്. അപ്പം ഓൾട്ടിറ്റ്യൂഡ് ഏകദേശം ഒരു 500 വരെയുള്ളിടത്ത് വളരെ നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുന്നൊരു ട്രീ ആണ്. അപ്പം നമുക്ക് സാധാരണ രീതിയിലുള്ള പരിചരണം ആവശ്യമില്ല. അതിന് നടുക, നമ്മൾ കൂടുതൽ കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പഴങ്ങളിലും ആക്രമണം കുറവാണ്, ചെടികളിലും കുറവാണ്. നട്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായി കാലാവസ്ഥയിൽ തന്നെ നന്നായിട്ട് വളർന്ന ഒരു 4 വർഷം കൊണ്ട് പഴം ലഭിക്കുന്നൊരു ട്രീ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അതിമനോഹരമായ ഒരു നമ്മുടെ കണിക്കൊന്നയൊക്കെ നിൽക്കുന്ന പോലെ ഒരു മുന്തിരിക്കൊലയായിട്ട് അസംഖ്യം ഫ്രൂട്ട്സ് ആയിട്ട് നിൽക്കുന്ന പഴമാണ്. തീർച്ചയായിട്ടും നമുക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ഷ്രബ് റേഞ്ച് വരുന്ന ഒരു ട്രീ. അതെ, ശരിക്കും നമ്മൾ ഒരു വീടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനൊരു കനോപ്പീസ് ആണ്. നമുക്ക് വലിയൊരു ട്രീസ് നമുക്ക് വീടിൻ്റെ മുന്നിൽ നട്ടു കഴിഞ്ഞാൽ വീടിൻ്റെ വ്യൂസ് പോകും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഷ്രബ്സ് അല്ലെങ്കിൽ ഒരു വളരെ ഒരു കുറ്റിച്ചെടിയായിട്ടുള്ള ഓർണമെൻ്റൽ ഫ്രൂട്ട് ട്രീസ് ആണ് നമ്മൾ. അപ്പോൾ അതിൽ ആ ഗ്രേഡിൽ നമുക്കിതിനെ കാണാവുന്നതാണ്.
ഞാൻ ആ ചെടിയുടെ അടുത്ത് പോയി ഇത് പറിച്ചപ്പോൾ കുറേ പക്ഷികൾ അതിൽ നിന്ന് പറന്നുപോയി. ഇത് പക്ഷികളെ അട്രാക്ട് ചെയ്യുന്ന ഇത് തീർച്ചയായിട്ടും ബേർഡ്സിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീ ആണ്. കാരണം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കുറ്റിച്ചെടി ഷ്രബാണ് പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കനോപ്പി. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത്രയും ആകർഷകമായ ഈ പഴം കഴിക്കാനായിട്ട് ധാരാളം പക്ഷികളും ചെറിയ ഇൻസെക്റ്റുകളും ഒക്കെ കാണാറുണ്ട്. പൊതുവെ പക്ഷികളുടെ അറ്റാക്ക് കുറവാണ്, പക്ഷെ ഇപ്പം കൂടുതൽ പഴങ്ങളുള്ള ഒരു സമയമാവും, അതിനാലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബേർഡ് ലവേഴ്സ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മലയൻ ചെറി നിങ്ങളും നട്ടു വളർത്തുക. ഇഷ്ടംപോലെ ബേർഡ്സിനെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും അജയ് ടേസ്റ്റ് ചെയ്തോളൂ. ഇനി മലയൻ ചെറി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യം ഞാൻ ഇതിൻ്റെ തോലൊന്നും കളയാതെ മുഴുവനോടെ കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചവർപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാവൽപ്പഴത്തിൻ്റെ അത്രയും മധുരം വരുന്നില്ല, കുറച്ച് താഴെയാണ്. ഓവറോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ തോല് കൂട്ടിയാണോ കഴിക്കേണ്ടത് അതെയോ തോലില്ലാതെയാണോ കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ തോല് കൂട്ടിയാണ് കഴിച്ചത്. അപ്പോഴെനിക്ക് ചവർപ്പാണ് മുന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നിയത്. എന്തായാലും ഇനി തോലില്ലാതെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ആ തോൽ ഭാഗം ഇല്ലാതെ കഴിക്കുമ്പം ചവർപ്പ് തീരെയില്ല. സാധാരണ ചെറി കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. ഇത് ഓർണമെൻ്റൽ ഫ്രൂട്ട് ആണെങ്കിലും കഴിക്കാനും തരക്കേടില്ലാത്തൊരു ഫ്രൂട്ട് തന്നെയാണ്. അങ്ങനെ എടുത്തു പറയുന്ന ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ കഴിക്കാൻ പറ്റും, നല്ലത് തന്നെയാണ്. ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷേ വെജിറ്റേറിയൻസിന് തീർച്ചയായും ഇഷ്ടപ്പെടും. അവരുടെ ടേസ്റ്റ് ബഡ്സ് ഫ്രൂട്ട്സിനെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ടേസ്റ്റ് ബഡ്സാണ്. കാരണം നോൺ വെജിറ്റേറിയൻസിനേക്കാളും നല്ല ടേസ്റ്റ് ബഡ്സാണ് വെജിറ്റേറിയൻസിന് ഉള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓക്കെ കൈൻഡ് ഓഫ് ടേസ്റ്റ്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.